താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. നമസ്കാരം. ഈ രാജാവ് നഗ്നനെന്ന് വിളിച്ചു പറഞ്ഞാലും സ്തുതിപ്പാടലാണ് എന്ന് ധരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ വിഡ്ഢിത്തം കണ്ട് മടുത്തു കേരളക്കരയാകെ. ചിലരങ്ങനെയാണ്. എത്ര കളിയാക്കിയാലും അത് മനസ്സിലാവില്ല. അതുപോലെയാണ് നമ്മുടെ ഈ കാരണഭൂതൻ്റെ കാര്യവും. ഒരു കാര്യമില്ലെങ്കിലും കലക്കവെള്ളത്തിൽ ഇങ്ങനെ മീൻ പിടിക്കാൻ കടഞ്ഞ് പരിശ്രമിക്കും. അതാണ് കഴിഞ്ഞ ദിവസം വടകര കണ്ടത്. എന്താന്നോ? പറയാം. അതിനു മുമ്പ് നമ്മുടെ മഹാകവി കുമാരനാശാൻ്റെ വീണപ്പൂവാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അതിന് പറയാൻ പോകുന്ന സംഭവം എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിലിത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കേ നീ, ശ്രീഭൂവിൽ അസ്ഥിര അസംശയം ഇന്നു നിന്റെ യാഭൂതി അങ്ങു പുനരങ്ങു കിടപ്പതോർത്താൽ, ലാളിച്ചു പെറ്റ ലതയെമ്പാടും ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നെ ആലോലവായു ചെറുതൊട്ടിലുമാട്ടി താരാട്ടാൽ ആവാർന്നു മലരേ ദലമർമരങ്ങൾ. എന്താ അല്ലേ? 1907 ഈ കവിത ആശാൻ പ്രസിദ്ധീകരിക്കുന്നത്. അതായത് 118 വർഷം മുമ്പേ ഈ കാരണഭൂതനെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുക നമ്മൾ ആശാൻ. ഞാൻ പറഞ്ഞു വന്നത് ഈ ആശാൻ അല്ല, ക്ഷമിക്കണം, ഈ ഭൂതം ഹെലികോപ്റ്റർ പിടിച്ച് വടകരയിൽ കഴിഞ്ഞ ദിവസം ഒരു വൻ ജനാവലിയെ പ്രതീക്ഷിച്ച് എത്തി. എന്നാലോ ഈ മഹാശംഭുബ്ലിംഗസ്യാസ്യം, അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ ആയിന്ന് സാരം. എന്താ ഉണ്ടായേ? ആട് കിടന്നിടത്ത് ഒരു പൂട പോലും ഇല്ലാത്ത ദയനീയ അവസ്ഥയിലായിന്ന്. നിൽക്കണോ പോകണോ, പോകണോ നിൽക്കണോ എന്ന അവസ്ഥയിൽ തമ്പ്രാൻ നിന്നങ്ങോട്ട് പരുങ്ങുമ്പോൾ പ്രജാടിമ വന്ന് മുഖം കാണിച്ചു. തമ്പ്രാൻ എന്താ ഇപ്പം ആടെ പോയിട്ട് കാര്യമില്ല ബ്രാ. അതെന്താടോ അങ്ങനെ? അല്ല, ഒരു അരമണിക്കൂറൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അതെന്തിന് ബ്രാ? ആടെ ആടുമില്ല, ഒരു പൂടയില്ല. ആയിക്കോട്ടെ. എന്നായി നമ്മളെ ബ്രണ്ണണ്ണൻ. അരമണിക്കൂർ കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചു വടകര സമ്മേളന സ്ഥലത്ത്. ഇത് കാണേണ്ടത് തന്നെയായിരുന്നു. അപ്പോഴാണ് നമ്മൾ അന്ത്രമാനരീശം കൊണ്ടലറി, കൈകാലുകൾ വിറച്ചു, കണ്ണുകൾ ചുവന്നു. എന്താ സംഭവം? ഒഴിഞ്ഞ കസേരകളത്രേ. ചൂടിന്റെ കാലമാണല്ലോ ഇത്. ഇതിന്റെ സംഘാടകര് വലിയ പന്തല് തയ്യാറാക്കിയെങ്കിലും പ്രഭു അങ്ങോട്ട് ചൂടായി. ഭയങ്കര ചൂടില്. ഹേ പ്രഭു, അടങ്ങുക അടങ്ങുക, ചൂടാ ഭയങ്കര. സൂര്യനല്ലേ വന്നത്. ഒഴിഞ്ഞ കസേര കണ്ട് കാരണഭൂതന് കോപം പിന്നെയും കലശലായി എന്ന് കൂട്ടിക്കോളൂ. ആ കോപാഗ്നിയുടെ സാന്നിധ്യം കൊണ്ട് ചൂട് അധികമായത് കൊണ്ടാണ് സദസ്സ് ശൂന്യമെന്ന് കോപം അങ്ങോട്ട് കട്ടിച്ചമർത്തി മുരണ്ടു ആശ്വാസം കൊണ്ടു ആശാൻ. ഇതുമായി ബന്ധപ്പെട്ട് ചിലത് പറയാൻ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഔചിത്യ ഭംഗി കൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഞാൻ ഒതുക്കുകയാണ്. സെൽഫ് കൺട്രോളേ, സെൽഫ് കൺട്രോളി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഭൂതം പിന്നെയും തുടങ്ങി. ആശ്വാസമായി. അല്ലെങ്കിൽ തന്നെ കേരള മാണ്ഡ്രക്ക് എന്നാ കേരളത്തിൽ അടക്കം പറയുന്നത്. ഈ കേരള ദുർവാസാവ് ഇനി വല്ല ശാപവും അങ്ങോട്ട് ചുരിഞ്ഞ ഭസ്മായി പോകും വടകരക്കാർ. കഷ്ടം തന്നെ കേട്ടോ. ആശ്വാസമായി. തിരുവ അധികം തുറന്നില്ല. എന്നാലും കരിഞ്ഞപ്പെടുന്ന രോഷം കൺട്രോളുമായി സെൽഫിൽ ഒതുക്കി 1-2 വാക്ക് കറുമുറ ആശ്വാസം പോകി ആശാൻ. വല്ലാതെ തെങ്ങിയിരിക്കേണ്ട
എന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇടപെട്ടിരിക്കാൻ നിങ്ങൾക്ക് നല്ല സൗകര്യം കിട്ടിയിട്ടുണ്ട്. അത് ഏതായാലും നന്നായി എന്നാണ് തോന്നുന്നത്. ആലവട്ടവും വെഞ്ചാമരവും വീശാം സ്ഥലം MP-യും MLA-യും വന്നില്ല എന്നതും ഏറെ ദുഃഖത്തോടെ പദം പറഞ്ഞു ഈ മഹാരാജാ തിരുമനസ്. MLA KK രമയുടെ ലെജിസ്ലേറ്റീവിന് കാരണഭൂതനായ ഈ മഹാൻ 51 വെട്ടിൻ്റെ കാര്യം മനഃപൂർവ്വം മറന്നതാവണം. പക്ഷേ ജനവും KK രമയെ അതൊന്നും അത്ര പെട്ടെന്ന് മറക്കില്ല കേട്ടാ. അല്ല, എൻ്റെ ഒരു സംശയം അതല്ല, സാധാരണഗതിയിൽ സദസ്സ് നിറയ്ക്കാൻ ഈ ആശാവർക്കർമാരും കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പുകാരെയും ഹരിതസേനക്കാരെയും അങ്കണവാടി ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തി കൂട്ടിത്തെളിച്ചു കൊണ്ടുവരാറുള്ളതായിരുന്നല്ലോ. ഇതിപ്പോൾ എന്ത് പറ്റി? ഓ മനസ്സിലായി. അവർ ചിലർ സെക്രട്ടേറിയറ്റ് പഠിക്കലും ബാക്കിയുള്ളവർ ഇക്കാലം അത്രയും ജയ് പിടിച്ചതിന് പാരിതോഷികം കിട്ടി വീട്ടിലും ഇരിപ്പാണ്. പേരിന് കുറച്ച് ബംഗാളികളെയെങ്കിലും സോറി അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞ അതിഥി തൊഴിലാളികളെ അവരെങ്കിലും ഇറക്കാമായിരുന്നു. അതും ഗോവിന്ദ. ഈയിടെയായി മഹാരാജാ തിരുമനസ് തൻ്റെ തിരുത്തടി എഴുന്നള്ളിക്കുന്ന ഇടങ്ങളിലൊന്നും ഈ പ്രജാപടയുടെ തള്ളിക്കയറ്റം കാണാനില്ല. ശോകം തന്നെ. സ്വന്തം പാർട്ടി സമ്മേളനങ്ങളിൽ പോലും തിരുത്തടി ദർശനത്തിന് വെച്ച 10 എണ്ണം തികച്ച് കാണുന്നില്ല. അമ്പട ഞാനേ എന്ന ഭാവം പൂണ്ട് നെറ്റിപ്പട്ടം കെട്ടി തിടമ്പേറ്റി തള്ളാൻ മാത്രമായി എഴുന്നള്ളിയിട്ട് ഒരു കാര്യമില്ല. സഖാക്കളാ പറഞ്ഞത്. മറന്നു. വടകരയിലെ ശൂന്യത നമ്മളെ ആ PK ദിവാകരൻ്റെ മറുമരുന്നാണോ എന്നൊരു സംശയമില്ലാതില്ല. ഈ പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. അമ്മാതിരി കമന്റ് കേട്ടോ കേട്ടോ. ഈ പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ദിവാകരനെ മാറ്റിയപ്പോൾ തുടങ്ങിയ മുറുമുറപ്പാ സഖാക്കൾക്ക്. സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ഉടൻ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞത് പിന്നീട് മനഃപൂർവ്വം മറക്കുകയായിരുന്നു പാർട്ടി നേതൃത്വം. അങ്ങനെ വരട്ടെ. അപ്പം അതാണ് കാര്യം. ശരിയായ ഏർപ്പാടല്ലേ? അല്ലെങ്കിലും നിങ്ങളെന്തിനാ മുഖ്യ ബേജാറാവണത്? നിങ്ങളല്ലേ കൊല്ലത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയം കടകല് പാടില്ല എന്നും മറ്റു സ്ഥലങ്ങളിൽ കറുത്ത ഷർട്ടിടാൻ പാടില്ല എന്നും അനങ്ങരുത്, മുണ്ടറുത്, ചുറിക്കറുത്, ചിന്തിക്കറുത് എന്നൊക്കെയുള്ള തിട്ടൂരം പുറപ്പെടുവിച്ചത്. എന്നിട്ടിപ്പോൾ എന്തായി? ഇതിനാ പറയുന്നത്. അരിയും തിന്നു, ആശാരിച്ചയും കടിച്ചു, എന്നിട്ടും പട്ടിക്ക് മുറുമുറുപ്പെന്ന്. ബ്ലിങ്ക് തുടരുട്ടോ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.